ട്രൂച്ചേഴ്സ് പുതിയൊരു റെക്കോർഡിലേക്ക് എത്തിക്കുകയാണ്. നമ്മൾ ഏറ്റവും ചുരുങ്ങിയ കാലയളവിൽ 100 ടിയാഗോ സെയിൽ ചെയ്യപ്പെട്ടുള്ളൂ. അത് 100ാമത്തെ ടിയാഗോ ഞാൻ ഇന്നലെ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചു. നല്ലൊരു കിഡിലൻ ടിയാഗോ 2021 മോഡൽ നീറ്റ് ആൻഡ് ഒരു വെറൈറ്റി കളർ. എനിക്കൊണ്ട് ട്രൂച്ചേഴ്സിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു കളറിലുള്ള ഒരു ടിയാഗോ നമ്മൾ സെയിൽ ചെയ്യപ്പെടുന്നത്. അത് കിഡിലും ഒരു വൈറ്റ് കളർ അലോയ്സ് കാര്യങ്ങൾ എല്ലാം വന്നിട്ടുള്ള ഒരു ടിയാഗോ. മറ്റൊരു റെഡ് 2019 അങ്ങനെ ഒട്ടനവധി വാഹനങ്ങളാണ് നമുക്ക് പുതിയതായിട്ട് സ്റ്റോക്ക് ചെയ്യുന്നത്. ട്രൂച്ചേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പിൽ നിന്ന് 2 കിലോമീറ്റർ ഉള്ളോട്ട് കയറിയിട്ട് വെള്ളാട്ടുപറമ്പ് എന്നുള്ള വിജനമായ കുന്നും പ്രദേശത്താണ് നമ്മൾ ഷോറൂം ലൊക്കേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഷോറൂമിലേക്ക് വരുന്ന പല കസ്റ്റമേഴ്സ് ഒരു ദിവസത്തിൽ ഏകദേശം ഒരു 30-35ഓളം കസ്റ്റമേഴ്സ് നമ്മുടെ ഷോറൂം വിസിറ്റ് ചെയ്യുന്നത്. അതിനകത്ത് നിന്ന് ഒരു 15-20 ഒരു പകുതി പേരെങ്കിലും വരുന്നത് എല്ലാം പുറത്തുള്ള ഡിസ്ട്രിക്ട്, അതായത് കണ്ണൂർ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഭാഗത്തുനിന്നുള്ള കസ്റ്റമേഴ്സാണ് ഒട്ടനവധി പേര് വരുന്നത്. മിക്കവാറും ട്രെയിനോ അല്ലെങ്കിൽ ബസ്സിനോ വന്നിട്ട് മക്കരപ്പറമ്പ് എന്നുള്ള സ്ഥലത്തെത്തിയതിനു ശേഷം അവിടെ ഒരു ഓട്ടോ എടുത്തിട്ടാണ് മിക്കവരും ഇങ്ങോട്ട് വരുന്നത്. ജസ്റ്റ് കഴിഞ്ഞ ദിവസത്തിലൊരു വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായി. ഞാൻ പൊതുവെ നെഗറ്റീവ് കമൻറ്റ് പോസിറ്റീവ് കമൻറ്റ് എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം നെഗറ്റീവ് കമൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് എന്താണ് ഇമ്പ്രൂവ് ചെയ്യുക, അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും. പോസിറ്റീവ് കമൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിനെതിരെ റെസ്പോണ്ട് ചെയ്യും. അങ്ങനെ ആ രീതിയിൽ നെഗറ്റീവിനെയും പോസിറ്റീവും ഒരേപോലെ മാനിക്കുന്നത്. നെഗറ്റീവ് വന്നല്ലോ അല്ലെങ്കിൽ പോസിറ്റീവ് വന്നല്ലോ എന്നുള്ളൊരു വ്യത്യസ്തത കാണിക്കാറ്. നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ എന്താണോ നമ്മുടെ പോരായ്മ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനെതിരെ എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ബെറ്ററായിട്ട് ചെയ്യാം. പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ഇനിയും എന്താണ് ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അത് നോക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം നെഗറ്റീവിൽ ഒരു നെഗറ്റീവ് കമൻറ്റ് വന്ന് ഞാൻ വായിക്കാം. നിങ്ങൾ ഒരു ഓട്ടോറിക്ഷയിൽ ഒരു കടയുടെ മുന്നിൽ വന്നിറങ്ങിയാൽ നിങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത ഒരേ ഒരു കച്ചവടക്കാരനാണ് ട്രൂ ചോയ്സ്. മക്കരപ്പറമ്പ് ആളെ നോക്കിയിട്ടാണ് അവിടെ കച്ചവടം നടത്തുന്നത്. വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. കാരണം ഇവിടെ വരുന്ന മെജോറിറ്റി കസ്റ്റമറും വരുന്നത് ഓട്ടോയിൽ മാത്രമാണ്. ചിലപ്പോൾ ഈ ഒരു കസ്റ്റമർ വന്ന സമയത്ത് അധികം മറ്റുള്ള കസ്റ്റമറൊക്കെ ആയിട്ട് ചിലപ്പോൾ പുള്ളിയെ ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ പുള്ളിക്കൊരു തോന്നൽ വന്നിട്ടുണ്ടാവും, ഞാനൊരു ഓട്ടോയിൽ ഇറങ്ങിയതുകൊണ്ടാണ് എന്നെ മൈൻഡ് ചെയ്യാത്തെന്നുള്ളൊരു തോന്നൽ വന്നത് മാത്രമാണ്. അല്ലാതെ ഒരിക്കലും ഒരു കസ്റ്റമറെ നമ്മൾ ഓട്ടോയിലാണോ അല്ലെങ്കിൽ കാറിലാണോ വന്നത് ഒരിക്കലും വിലയിരുത്താറില്ല. എസ്പെഷ്യലി ഈ ഒരു കുന്നും പ്രദേശത്തേക്ക് ഒരു വാഹനം നോക്കി വരുന്നവരുണ്ടെങ്കിൽ അത് ആവശ്യക്കാർ മാത്രമേ വരുന്നുള്ളൂ. അല്ലാതെ വെറുതെ ഇതിലെ പോകുന്നവർ ആരും ഇവിടെ കയറുന്നില്ല. ഇങ്ങോട്ട് വരുന്നവർ വാഹനം അന്വേഷിച്ച് വരുന്നവർ മാത്രം. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ മാത്രമേ നമ്മൾ ട്രീറ്റും ചെയ്യുള്ളൂ. അത് ഓട്ടോയിൽ വന്നാലും നടന്നു വന്നാലും ബസ്സിന് വന്നാലും എല്ലാവരെയും ഒരേപോലെ മാത്രമേ നമ്മൾ ട്രീറ്റ് ചെയ്യാറുള്ളൂ. ചിലപ്പോൾ ആ സാഹചര്യം ചിലപ്പോൾ പുള്ളി വന്ന സമയത്തല്ല ആ കസ്റ്റമർ വന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും റഷ് കാരണം ചിലപ്പോൾ പുള്ളിയെ കാര്യം പറ്റി റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഭാഗത്ത് വന്ന തെറ്റാണ്. അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അല്ലാതെ ഓട്ടോ എന്ന് വിചാരിച്ചിട്ട് ഒരു കസ്റ്റമറെയും നമ്മൾ മെയിൻ ചെയ്യാതെ വിടാറില്ല. എനിക്കൊരു അനുഭവം കൂടി പറയണ്ടേ. 2020 കാലഘട്ടങ്ങളിൽ നമ്മൾ ഈ ഷോപ്പിൽ നിന്നല്ല പഴയ മുമ്പത്തെ ഷോപ്പിൽ നിന്ന് ഞാൻ ഒരു പുതിയൊരു സ്റ്റാഫ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും അവരോടൊക്കെ ഒരു ട്രെയിനിങ്ങിലൂടെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. 2020 നമ്മൾ പഴയ ഷോപ്പിലൊക്കെ ആയിരുന്ന സമയത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായി. ഒരു കസ്റ്റമർ അട്ടപ്പാടിയിൽ നിന്നൊരു കസ്റ്റമർ വന്നു. അട്ടപ്പാടിയിൽ നിന്നൊരു കസ്റ്റമർ വാഹനം നോക്കാൻ സാധാരണത്തിൽ അട്ടപ്പാടിയിൽ നിന്ന് വരുന്ന കസ്റ്റമറെല്ലാം അധികം ലോൺ ഒക്കെ ആയിട്ടാണ് എടുക്കാൻ വരാറ്. വാഹനം പർച്ചേസ് ചെയ്യാറ് 1-2 കസ്റ്റമർ മാത്രമേ ഇവിടുന്ന് അട്ടപ്പാടിയിൽ നിന്ന് വാഹനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. അവരൊക്കെ ലോൺ മുഖാന്തരമാണ് ചെയ്യാറ്. ഈ അട്ടപ്പാടി എന്നുള്ള ഏരിയയിൽ ലോൺ ചെയ്യാൻ എല്ലാവർക്കും ബാങ്കുകൾക്കെല്ലാം പേടിയാണ്. കാരണം അത് അങ്ങനത്തെ റൂറൽ ഏരിയ ആയതുകൊണ്ട് അവർക്കത് റീപേയ്മെൻ്റ് എല്ലാം കറക്റ്റ് കിട്ടുമെന്നുള്ളൊരു ഭയമുള്ളതിന് പലരും ലോൺ ചെയ്യാൻ മടിക്കുന്നൊരു ഏരിയ ഉണ്ട് അട്ടപ്പാടി എന്ന് നന്നായിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നല്ല കസ്റ്റമർക്ക് അട്ടപ്പാടിയിൽ നിന്ന് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു കസ്റ്റമർ വന്ന സമയത്ത് അട്ടപ്പാടിയിൽ നിന്ന് ഒരു കസ്റ്റമർ വന്ന സമയത്ത് ഒറ്റ ടൈം 2-3 കസ്റ്റമർ ഉണ്ടായിരുന്നു. ആ കസ്റ്റമർ അട്ടപ്പാടിയിൽ നിന്ന് വന്ന കസ്റ്റമർക്ക് അത്ര ഒരു ഫോക്കസ് കൊടുക്കാതെ എൻ്റെ സെയിൽസ് എക്സിക്യൂട്ടീവ് ഒന്ന് മാറി നിന്നു. പക്ഷേ അവനെ നെട്ടിച്ചുകൊണ്ട് ഈ അട്ടപ്പാടിയിലെ കസ്റ്റമർ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിനു ശേഷം റെഡി ക്യാഷിന് ആ വാഹനം മേശപ്പോൾ ഞാൻ ഈ വാഹനം വാങ്ങാൻ റെഡിയാണെന്ന് പറഞ്ഞു. അവൻ അന്തർന്ന് പോയി. കാരണം അട്ടപ്പാടി ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവം അയാൾ വാഹനം പർച്ചേസ് ചെയ്ത് പോകുന്നത്. അന്നത്തെ ഒരു അനുഭവം 2020 സംഭവിച്ചൊരു അനുഭവം എല്ലാവർക്കും ഒരു പാടയെന്ന് എൻ്റെ സ്റ്റാഫിന് എല്ലാവർക്കും അത് എനിക്കടക്കം. അതിനുശേഷം ഒരാളെപ്പോലും നമ്മൾ വിലയിരുത്തിയിട്ട് ഒരു വാഹനം വാങ്ങാൻ വന്ന കസ്റ്റമറാണോ അല്ലേ എന്നുള്ള നമുക്ക് ഒരിക്കലും കസ്റ്റമർ സ്വഭാവം കണ്ടിട്ട് അല്ലെങ്കിൽ കസ്റ്റമറെ വരവ് കണ്ടിട്ട് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല. എല്ലാവരും ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്നുള്ള ഈ ഒരു അനുഭവം ഞാൻ എല്ലാ മീറ്റിങ്ങിലെ കാര്യങ്ങളെല്ലാം പുതുതായിട്ട് വന്ന സ്റ്റാഫിന് എല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരിക്കലും ഈ ഒരു ഓട്ടോയിൽ വന്നതെന്ന് എഴുതിയിട്ട് ഒരിക്കലും ഒരാൾ നമ്മൾ മെയിൻ ചെയ്യാതെ വിടാറില്ല. ജസ്റ്റ് ഇത് നെഗറ്റീവ് ഒരു വല്ലാതെ ഹെർട്ട് ചെയ്തൊരു കമൻറ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഇത് ഇതിൻ്റെ ഒരു എതിരെ ഞാനിത് പറഞ്ഞത്. അല്ലാതെ സാധാരണ ഇതിൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യുക, പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ അതിനെതിരെ എന്താണ് ബെറ്ററാക്കാൻ പറ്റുന്നത് അത് ചെയ്യാറാണ് സാധാരണ ഇതിൽ. അപ്പോൾ ഇത് 2019 മോഡൽ ടിയാഗോ XZ+ ഇരുന്ന വാഹനമാണ്. വളരെ ലോ കിലോമീറ്ററോടെയുള്ള 35,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളൊരു വാഹനം. മറ്റൊന്ന് 2021 മോഡൽ, അതും XZ+. 2 വാഹനങ്ങൾ ഫുൾ ഓപ്ഷൻ വാഹനങ്ങൾ, 2 വെറൈറ്റി വാഹനങ്ങൾ. ടാറ്റ ടിയാഗോ ഈ അടുത്ത കാലങ്ങളിലായിട്ട് മാക്സിമം വാഹനങ്ങൾ നമ്മൾ സെല്ല് ചെയ്യപ്പെട്ടു. ഏകദേശം 100ാമത്തെ വാഹനമാണ് കഴിഞ്ഞ ദിവസത്തിൽ നമുക്ക് ഈ ഒരു വാഹനം സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. അതും കുറഞ്ഞ കാലയളവിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ നമുക്ക് സെയിൽ ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഈ 2 വാഹനങ്ങൾ ഫുൾ ഓപ്ഷൻ വാഹനങ്ങൾ. അപ്പോൾ അങ്ങനെ കുറച്ചധികം വാഹനങ്ങൾ ബലേനോ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വാഹനങ്ങൾ 0 ഡൗൺ പേയ്മെൻറ്റ് വാഹനങ്ങളൊക്കെ നമുക്ക് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഏതൊക്കെ നമുക്ക് വാഹന ഡീറ്റെയിൽസ് നേരെ വീഡിയോയിലേക്കോ. അപ്പോൾ നമ്മുടെ അടുത്ത വാഹനം മാരുതി സുസുക്കിയുടെ സെഡാൻ വാഹനം, അതും ഡിസയർ 2015 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനം. പെട്രോൾ എഞ്ചിനിൽ VXI എന്നുള്ള വേരിയന്റ് വാഹനമാണ്. VXI മിഡിൽ ഓപ്ഷൻ L63, എറണാകുളം അങ്കമാലി രജിസ്ട്രേഷനിൽ വരുന്ന നല്ല അടിപൊളി വാഹനം. അലോയ്സ് ഒക്കെ ചെയ്തിട്ട് നല്ലൊരു വൃത്തിയിൽ നിൽക്കുന്ന ഒരു വാഹനമാണ്. സിൽവർ കളറിൽ വരുന്ന വാഹനം. VXI തന്നെ 1.2 വരുന്ന VT എഞ്ചിനാണ് ഇതിനകത്ത് വന്നില്ല. അതുകൊണ്ട് തന്നെ മൈലേജ് ഏകദേശം ഒരു 14-15 റേഞ്ചിൽ നമുക്ക് ആവറേജ് മൈലേജ് കണക്കാം. അത് ചിലപ്പോൾ 16-17 അങ്ങോട്ടാവും, 12, 13, 14 ഇങ്ങോട്ട് കുറയാനും ചാൻസ് ഉണ്ട്. വാഹനം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനം. നല്ലൊരു അലോയ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ന്യൂ ഷേപ്പിൽ വരുന്ന ബമ്പറും കാര്യങ്ങളാണ് ഇതിനകത്ത് വന്നില്ല. 2015 ഓൾഡ് ഷേപ്പ്, ന്യൂ ഷേപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മൊത്തത്തിൽ ബോഡി കാര്യങ്ങൾ, എക്സ്റ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിൽ തന്നെയാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്തത്. കാര്യപ്പെട്ട അപാകത, നെഗറ്റീവ്സ് കാര്യങ്ങൾ ഒന്നുമില്ല. ചെറിയ ഡോട്ട് ഡെൻറ്റുകൾ മാത്രമാണ് വാഹനത്തിനകത്ത് എക്സ്റ്റീരിയർ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലാത്തൊരു തരത്തിലുള്ള ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. പിന്നെ ടയേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ 4 ടയേഴ്സും ആവറേജ് ടയേഴ്സും വരുന്നുണ്ട്. ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും കമ്പനി സീറ്റ് കവറാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. സീറ്റ് കവറിൻ്റെ ഒരു പോരായ്മ, ഒരു കവർ വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ ചെയ്യാം. പിന്നെ സ്റ്റീരിയോ ഇതിനകത്ത് വന്നിട്ടുണ്ട്. സ്റ്റീരിയോയുടെ ചെറിയ നോബ് ഇവിടെ മിസ്സായിട്ടുണ്ട്. നോബല്ല, ഇതിൻ്റെ മുകളിൽ വരുന്നൊരു കവറിങ് ഇതിനകത്ത് മിസ്സായിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഡോർ പാഡ് കാര്യങ്ങളെല്ലാം ബീജ് കളറാണെങ്കിൽ പോലും നല്ലൊരു ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഈ സ്റ്റീരിയോ ഒക്കെ തന്നെ കമ്പനീനെ കൊടുക്കുന്നുണ്ട്. എൻജിൻ സൈഡ് കാണിക്കാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിലും പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു ബ്ലാക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 2015 ആ ഒരു പഴക്കം നമുക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. വേറെ ക്രോസ് ബമ്പറോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ ഈ സൈഡും പേസ്റ്റിംഗ് കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ബോണ്ടിൻ്റെ ഒക്കെ ഇന്നർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ 2015 കറക്റ്റ് പഴക്കം നമുക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. വേറെ അടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഗ്ലാസ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ലാത്ത നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്നൊരു വാഹനം സ്വന്തമാക്കാം. വെറും 4,10,000 രൂപ, അതും 0 ഡൗൺ പേയ്മെൻറ്റോട് കൂടി. 4,10 നിങ്ങൾക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. 2015 ആയതുകൊണ്ട് 5 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ ഫിനാൻസ് സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം 9 സംതിങ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ 10ന്റെ ഉള്ളിലായിട്ടാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ഹ്യുണ്ടായിൻ്റെ മറ്റൊരു ഹാച്ച്ബാക്ക് സെഗ്മെൻറ്റ് വാഹനം. അത് പെട്രോൾ എഞ്ചിനിൽ വരുന്ന i20 2013 മോഡൽ മാഗ്ന ഓപ്ഷനിൽ വരുന്ന വാഹനം. സെക്കൻഡ് ഓണർഷിപ്പിൽ 1 lakh കിലോ, സിംഗിൾ ഓണർഷിപ്പിൽ 1 lakh കിലോമീറ്ററോടുള്ള 54 മലപ്പുറം പൊന്നാനി രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. മാഗ്ന ഓപ്ഷൻ എന്നുള്ള വേരിയൻ്റ് വരുന്നത്. മാഗ്നയുടെക്കാളും ഫീച്ചേഴ്സ് വരും. സ്പോർട്സിൻ്റെ അത്ര ഫീച്ചേഴ്സും വരില്ല എന്നുള്ളതാണ് മാഗ്ന ഓപ്ഷൻ്റെ പ്രത്യേകത. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. 4 പവറിൻ്റെ വരുന്നുണ്ട്. AC പവർ സ്റ്റാരിങ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഓട്ടോ ക്ലൈമറ്റ് AC വരുന്നുണ്ട്. ഓട്ടോ ക്ലൈമറ്റ് AC സാധാരണ മാഗ്ന ഓപ്ഷനിൽ മാത്രമാണ് വരുന്നത്. അങ്ങനെ സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. അതൊക്കെ മാഗ്ന ഓപ്ഷനിൽ നല്ല വേരിയൻറ്റിനകത്ത് മാത്രമാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. സാധാരണ മാഗ്നക്കകത്താണെങ്കിൽ ഒരു സ്റ്റീരിയോ കമ്പനി കൊടുക്കുന്നില്ല. ഓട്ടോ ക്ലൈമറ്റ് AC ഒന്നും കൊടുക്കില്ലായിരുന്നു. മാഗ്ന ഓപ്ഷനിലായതുകൊണ്ടാണ് സ്റ്റീരിയോ അതേപോലെ തന്നെ ഓട്ടോ ക്ലൈമറ്റ് AC തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഈ ഒരു വേരിയൻറ്റിനകത്ത് വന്നത്. പിന്നെ വാഹനം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ചെറിയ സ്ക്രാച്ചുകളുണ്ട്. ഒന്ന് ബോണറ്റിനകത്ത് ചെറിയ സ്ക്രാച്ച് ഉണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടറിൻ്റെ ഭാഗത്ത് ചെറിയ സ്ക്രാച്ച് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനം വേറെ പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. 2013 അപേക്ഷിച്ച് നല്ല വൃത്തിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. റീപെയിൻറ്റ് വർക്ക് നടന്നിട്ടുണ്ട്. ബമ്പറിൽ റീപെയിൻ്റ് ഉണ്ട്. ഒരു റണ്ണിംഗ് ബോണിൻ്റെ ഭാഗത്ത് റീപെയിൻ്റ് ഉണ്ട്. അങ്ങനെ ചെറിയ 2013 ആയതുകൊണ്ട് 10-11 വർഷം ആയതുകൊണ്ടുള്ള പോരായ്മകൾ മാത്രം. ഇന്ത്യൻ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ലൊരു സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. സേഫ്റ്റി ഫീച്ചേഴ്സായിട്ട് എയർ ബാഗോ ABS തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് ഒന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. മാഗ്ന ഓപ്ഷനിനകത്ത് വരുന്നില്ല. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഈ ഒരു വേരിയൻറ്റിനകത്ത് വന്നിട്ടുണ്ട്. ടയേഴ്സ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 80% 4 ടയേഴ്സും ഉണ്ട്. i20 പെട്രോളിൻ്റെ മൈലേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 14-15 റേഞ്ചിലാണ് നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. എഞ്ചിൻ സൈഡ് നോക്കുകയാണെങ്കിലും ഡാമേജോ കാര്യങ്ങളോ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പുറം ഭാഗങ്ങൾക്കോ അല്ലെങ്കിൽ ക്രോസ് ബമ്പറോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ഓയിൽ ലീക്ക് ഇല്ല. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. ബോണ്ട് കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ല. എല്ലാം ഒറിജിനൽ ബോണ്ട് തന്നെയാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഗ്ലാസ് കാര്യങ്ങളും റീപ്ലേസ് ഇല്ലാത്ത അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം എന്ന് പറയാൻ പറ്റും. 2013 മോഡലുണ്ട്. മാഗ്ന ഓപ്ഷനിൽ നിന്നുള്ള പെട്രോൾ എഞ്ചിനിൽ ഇരുന്ന വാഹനം ആയതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ വാഹനം നിങ്ങൾ സ്വന്തമാക്കാം. 2,70,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഒരു 2,25 വരെ നമുക്ക് അതിനകത്ത് ലോൺ സൗകര്യം ലഭിക്കും. 50,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ നല്ലൊരു ഹാച്ച്ബാക്ക് സെഗ്മെൻറ്റ് വാഹനം. മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം ഫ്രീ ആയിട്ടുള്ള, മൈലേജും കുറച്ച് കുറവുള്ള ഒരു വാഹനമാണ്. 50,000 രൂപ ഡൗൺ പേയ്മെൻറ്റിൽ 3 വർഷത്തെ മാസത്തവണയോട് ഈ വാഹനം സ്വന്തമാക്കാൻ സാധിക്കും. ഏകദേശം EMI 8 രൂപ റേഞ്ചിൽ, 8 സംതിങ് രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം മാരുതിയുടെ മറ്റൊരു ഹാച്ച്ബാക്ക് സെഗ്മെൻറ്റ് വാഹനം. അതും പെട്രോൾ എഞ്ചിനിൽ വരുന്ന വാഹനം. ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം അൽഫ എന്നുള്ള വേരിയൻ്റ് ബലേനോ 2017 മോഡലാണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ 70,000 കിലോമീറ്ററോടെയുള്ള KL01 ട്രിവാൻഡ്രം തലസ്ഥാന നഗരിയിലെ വാഹനം. അൽഫ എന്നുള്ള വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കമ്പനി ഇൻബിൽഡ് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. പ്രൊജക്ട് ഹെഡ് ലാമ്പ് വരുന്നുണ്ട്.
LED ഡയലൈറ്റ് റണ്ണിംഗ് ലാമ്പ് വരുന്നുണ്ട്, അലോയ് വീൽസ് വരുന്നുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, ഓട്ടോ ക്ലൈമറ്റ് AC, സ്റ്റാരിംഗ് കൺട്രോൾ, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, റിവേഴ്സ് ക്യാമറ, പാർക്കിംഗ് സെൻസർ, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്, സീറ്റ് കവർ, ഹാൻഡ് റെസ്റ്റ്, ബാക്ക് വൈപ്പർ, ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം അൽഫ എന്നുള്ള വേരിയന്റിനകത്ത് കമ്പനി ഇൻബിൽഡ് കൊടുക്കുന്നുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ടയേഴ്സ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 50-60% ടയേഴ്സ് വരുന്നുണ്ട്. സ്പോയിലർ കാര്യങ്ങളെല്ലാം ഈ ഒരു വേരിയന്റിനകത്ത്, ഇതിൻ്റെ എല്ലാ വേരിയന്റിനകത്ത് എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ എല്ലാ വേരിയന്റിനും സ്പോയിലർ വരുന്നുണ്ട്. ബേസ് വേരിയന്റിൽ സിഗ്മക്കകത്ത് മാത്രമാണ് എനിക്കൊന്നും ഇല്ലാത്തത്. ബാക്കി ഒരു വിധപ്പെട്ട എല്ലാ വേരിയന്റിനകത്തും ഈ ഒരു സ്പോയിലർ വരുന്നുണ്ടല്ലേ ഷിയാസെ? എല്ലാ വേരിയന്റിലും വരുന്നില്ലേ? ഉണ്ട്, എല്ലാ വേരിയന്റിലും ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ വാഹനം ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും പിന്നെ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ അഡീഷണൽ ചെയ്താണ് കമ്പനി കൊടുക്കുന്നതല്ല. സീറ്റ് കവർ കമ്പനിയും അത്യാവശ്യം ക്വാളിറ്റിയുള്ളൊരു കവറാണ് അൽഫക്കകത്ത് കൊടുക്കാറ്. പക്ഷേ ഇതിനകത്ത് അഡീഷണലി സീറ്റ് കവറും കൂടി വന്നിട്ടുണ്ട്. ഗിയറിൻ്റെ നോബ് ചെറുതായി ഡാമേജ് ആയിട്ടുണ്ട്. ഈ ഒരു നോബ് മാറണം. ഇതിന് ഏകദേശം 1500 രൂപയോളം കോസ്റ്റ് വരും ഈ ഒരു ഗിയർ ലിവറിൻ്റെ ഈ ഒരു നോബ് മാറാൻ. എനിക്ക് തോന്നുന്നത് നഗലുള്ള ഒരാളാണ് ഈ വാഹനം ഓടിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ കുറച്ച് ദേഷ്യമുള്ള ആളായിരിക്കും ഈ വാഹനം ഓടിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കും ഇതൊക്കെ പറിച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ അത്രയും ഹാർഡുള്ള പ്ലാസ്റ്റിക്കാണ് വരുന്നത്. പക്ഷേ അതൊക്കെ ഇളക്കി പറിച്ചിട്ടുണ്ട്. ഭാഗങ്ങൾ സ്റ്റാരിങ് ഭാഗങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. പിന്നെ അതേപോലെ തന്നെ ഡോർ പാഡ് കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. പിന്നെ സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം കമ്പനി ഇൻബിൽഡ് കൊടുക്കുന്നുണ്ട്. ഓട്ടോ ക്ലൈമറ്റ് AC ഇതിനകത്ത് വന്നിട്ടുണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വന്നിട്ടുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് ഡുവൽ എയർ ബാഗ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ABS വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു വാഹനത്തിന് വേണ്ട അത്യാവശ്യത്തിലധികം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇൻബിൽഡ് കൊടുത്തിട്ടുള്ള ഒരു വേരിയൻ്റാണ് അൽഫ എന്നുള്ള വേരിയൻ്റിലിരുന്ന ബലേനോ. പിന്നെ പെട്രോൾ എഞ്ചിനിലിരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ഒരു വാഹനം. എഞ്ചിൻ ഭാഗം കൂടി ജസ്റ്റ് കാണിച്ചു തരാം. ബലേനോ അൽഫയുടെ മൈലേജ് ഏകദേശം പെട്രോൾ ഒരു 17 റേഞ്ചിലൊക്കെ കിട്ടുന്നതാണ് എൻ്റെ പ്രതീക്ഷ. എഞ്ചിൻ സൈഡ് കാണിക്കാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിലും പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. അപ്രോണോ ചേസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ക്രോസ് ബമ്പർ കാര്യങ്ങളൊന്നും റീപ്ലേസിലും വന്നിട്ടില്ല. പേസ്റ്റിങ്ങോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ഈ ഒരു സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും പേസ്റ്റിങ്ങോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ഓയിൽ ലീക്കോ കാര്യങ്ങളോ അതും വന്നിട്ടില്ല. നല്ലൊരു കണ്ടീഷനിൽ നിൽക്കുന്നൊരു വാഹനം. ABS തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് വന്നിട്ടുണ്ട്. വേറെ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങൾ ഒന്നുമില്ലാത്ത നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്നൊരു വാഹനം തന്നെയാണ് 2017 മോഡൽ വരുന്ന ബലേനോ അൽഫ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന 70,000 കിലോമീറ്റർ ഓടിയുള്ള പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന വാഹനം സ്വന്തമാക്കാം. 5,65,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി ഏകദേശം 5 ലക്ഷം വരെ നമുക്ക് ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. അതും 5 വർഷത്തെ മാസത്തവണയോട് കൂടി ഏകദേശം ഒരു 11 സംതിങ് വെച്ചിട്ടാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ഫോർഡിൻ്റെ ഒരു സെഡാൻ വാഹനമാണ്. ഫോർഡ് ഫിഗോ ആസ്പെർ 2017 മോഡൽ വരുന്ന പെട്രോൾ എഞ്ചിനിൽ വരുന്ന വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന 57,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള KL07 എറണാകുളം രജിസ്ട്രേഷനിൽ വരുന്ന ആസ്പെർ ടൈറ്റാനിയം വരുന്ന വാഹനം. ടൈറ്റാനിയം ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം. എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. അലോയ്സ് വരുന്നുണ്ട്, മിറർ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, മിറർ ഫോൾഡിംഗ് വരുന്നുണ്ട്, അതേപോലെ തന്നെ സ്റ്റാരിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്, ഓട്ടോ ക്ലൈമറ്റ് AC വരുന്നുണ്ട്, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. അങ്ങനെ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ള നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്നൊരു വാഹനം. ദ കേരള ഹൈക്കോർട്ട് ഓഫ് അഡ്വക്കേറ്റ്സ് ഒരു അഡ്വക്കേറ്റ് ഉപയോഗിച്ചിരുന്ന വാഹനമായിരുന്നു എറണാകുളത്ത്. പിന്നെ അതേപോലെ തന്നെ ബോഡി കാര്യങ്ങൾ എക്സ്റ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിൽ തന്നെയാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരു പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വാഹനം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അധികം റീപെയിൻ വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. പക്ക ഷോറൂമിൽ നിന്ന് ഇറങ്ങി അതേ ക്വാളിറ്റിയിൽ നിൽക്കുന്ന നല്ലൊരു ക്വാളിറ്റിയിൽ ബോഡി ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹനം തന്നെ പറയാം. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, റിവേഴ്സ് ക്യാമറ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളും ഇതിനകത്ത് അഡീഷണലി ചെയ്തിട്ടുണ്ട്. കമ്പനിന് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. മൈലേജ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു 15 റേഞ്ചിൽ നമുക്ക് പെട്രോൾ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണ് ഫോർഡ് ഫിഗോ ആസ്പെർ എന്നുള്ള ഈ ഒരു വാഹനം. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ സീറ്റ് കവറിൻ്റെ കുറവുണ്ട്. കമ്പനി കവറാണ്, പക്ഷേ നല്ല വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇന്റീരിയർ ഭാഗം ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ വാഹനം നിൽക്കുന്നത്. സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് ഡുവൽ എയർ ബാഗും ABS കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല വിശാലമായിട്ടുള്ള ഡാഷ്ബോർഡാണ് ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി ഡിസൈൻ ചെയ്തിട്ടുള്ള മറ്റു പ്രത്യേകത. പിന്നെ അതേപോലെ തന്നെ കോക്പിറ്റ് നല്ലൊരു അടിപൊളി ഡ്രൈവിംഗ് കംഫർട്ട്, സ്റ്റാരിംഗ് ഒക്കെ പക്ക സ്മൂത്ത് പിന്നെ സ്റ്റാരിംഗ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഗിയറിൻ്റെ കാര്യം പിന്നെ ഫംഗ്ഷനിങ് എല്ലാം പക്ക നല്ല ഓടിക്കുമ്പോൾ അത്രയും നല്ലൊരു കംഫർട്ട് കിട്ടുന്നൊരു വാഹനം കൂടിയാണ് ഈ ഫോർഡിൻ്റെ വാഹനങ്ങൾ, എസ്പെഷ്യലി ഫിഗോ ആസ്പെർ. പിന്നെ അതേപോലെ തന്നെ അതിന് മുകളിൽ പോകുന്ന എക്കോസ്പോർട്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ വാഹനങ്ങളും. അപ്പോൾ നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന നല്ലൊരു അത്യാവശ്യം നല്ല ഡ്രൈവിംഗ് കംഫർട്ട് കിട്ടുന്നൊരു വാഹനം കൂടിയാണ് ഫോർഡിൻ്റെ എല്ലാ വാഹനങ്ങളും. എസ്പെഷ്യലി ഈ ഒരു ആസ്പെർ അത്യാവശ്യം നല്ലൊരു ഡ്രൈവിംഗ് കംഫർട്ട് പ്രദാനം ചെയ്യുന്നുണ്ടെന്നാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത. എഞ്ചിൻ സൈഡ് കാണിക്കാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്രോണോ ചേസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം പക്ക കണ്ടീഷനിൽ ഒറിജിനൽ കണ്ടീഷനിൽ നിൽക്കുന്നു. ക്രോസ് ബമ്പർ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും പിന്നെ ഫോർഡിൻ്റെ വാഹനങ്ങൾക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും സാധാരണഗതിയിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഫോർഡിൻ്റെ ഹോണ്ടയുടെ വാഹനങ്ങൾക്കൊന്നും അത്തരത്തിലുള്ള നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നും കാണാറില്ല. ഈ സൈഡ് നോക്കുകയാണെങ്കിലും പേസ്റ്റിംഗ് കാര്യങ്ങളൊന്നും ഡാമേജ് ഇല്ല. ഇന്നർ ഭാഗം കമ്പൗണ്ടിൻ ഇന്നർ ഭാഗം നോക്കുകയാണെങ്കിലും പേസ്റ്റിംഗ് ഡാമേജ് ഇല്ല. ആ ഒരു പഴക്കം 2017 പഴക്കം നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. ചെറിയൊരു റസ്റ്റ് ഈ ഒരു പേസ്റ്റിങ്ങിൻ്റെ ഭാഗത്ത് ചെറിയൊരു റസ്റ്റ് വന്നിട്ടുണ്ട് എന്നുള്ള മാത്രം ചെറിയൊരു പോരായ്മ മാത്രമാണ്
എഞ്ചിൻ ഭാഗത്തുള്ളത് വേറെ ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും റീപ്ലേസ് ഇല്ലാത്ത നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന വാഹനം സ്വന്തമാക്കാം. വെറും 3,75,000 രൂപയ്ക്ക് 2017 മോഡൽ വെറും 57,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള പെട്രോൾ എഞ്ചിനിൽ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനം. ഇതിനകത്ത് ലോൺ സൗകര്യം ലഭിക്കും. ഒരു 3 ലക്ഷം വരെ നമുക്ക് ലോൺ സൗകര്യം ലഭിക്കും. അതും 5 വർഷത്തെ മാസ കാലയളവിൽ ഏകദേശം 7,500 8 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ഒരു 7 സീറ്റ് വാഹനം, അത് മഹീന്ദ്രയുടെ XUV 2014 മോഡൽ W80 വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന 1,35,000 കിലോമീറ്റർ ഓടിയുള്ള KL 49 പാലക്കാട് ആലത്തൂർ രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. W8 ആണ്. എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കമ്പനി ഇൻബിൽഡ് കൊടുത്തിട്ടുള്ള വേരിയൻ്റാണ് W8 എന്നുള്ള ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം. ഡീസൽ എഞ്ചിനായ വാഹനമാണ്. 7 സീറ്റ് വാഹനം. മൈലേജ് കാര്യങ്ങളൊന്നും എടുത്ത് പറഞ്ഞാൽ ഒരു 10-12 റേഞ്ചിൽ 13 റേഞ്ചിൽ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഡീസൽ എഞ്ചിനിൽ വരുന്ന അത്യാവശ്യം നല്ല പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ലഭിക്കുന്ന ഒരു വാഹനമാണ് മഹീന്ദ്ര XUV. ഇന്നും നിരത്തുകൾ പുതിയ വാഹനങ്ങൾ XUV ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2012 മുതലാണ് വാഹനങ്ങൾ നിരത്തുകൾ ഇറങ്ങാൻ മഹീന്ദ്ര നിരത്തുകൾ ഇറക്കി തുടങ്ങിയത്. 2014 മോഡൽ വരുന്ന വാഹനം. കറക്റ്റ് സർവീസ് കാര്യങ്ങളെല്ലാം പ്രോപ്പർ പോയിട്ടുള്ള അപാകത കാര്യങ്ങൾ ഒന്നുമില്ലാത്ത നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനമാണിത്. W80 അതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പ്രൊജക്ട് ഹെഡ് ലാമ്പ്, അലോയ്സ് തുടങ്ങിയിട്ടുള്ള ക്രൂസ് കൺട്രോൾ, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കമ്പനി തന്നെ കൊടുത്തിട്ടുള്ള ഇൻബിൽഡ് കൊടുത്തിട്ടുള്ള ഒരു വേരിയൻ്റാണ് W8 എന്നുള്ള വേരിയൻറ്റ്. W10 2018 മുതലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2017 W10 എന്നുള്ള വേരിയൻറ്റ് കൂടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 2014 W8 ആണ് ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. കുറച്ചുകൂടി മഡൻസർ മോഡലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നതായിരുന്നു. പക്ഷേ ഈ മോഡലിനകത്ത് W8 സൺറൂഫ് ഒന്നും വരുന്നില്ല. പിന്നെ എക്സ്റ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ലൊരു വൃത്തിയിൽ തന്നെയാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. വേറെ കാര്യപ്പെട്ട ഡാമേജോ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. ഡാമേജും കാര്യങ്ങളൊന്നും ബാക്ക് റോ ഭാഗത്തൊന്നും കാണുന്നില്ല. ഒരു ചെറിയ ടൈൽ ലൈറ്റ് അത് ചെറിയൊരു സ്ക്രാച്ച് വന്നിട്ടുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ വേറെ പരിക്ക് കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന വാഹനം തന്നെയാണെന്ന് പറയാം. പിന്നെ ടയേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫ്രണ്ട് രണ്ടും പുത്തൻ ടയേഴ്സ് ഉണ്ട്. ബാക്കും ഒരു ആവറേജ് 50-60% ടയേഴ്സ് ഉണ്ട്. ബാക്ക് ഫ്രണ്ട് രണ്ടിലും പുതിയ ടയറാണ് വന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ആ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള റിവ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ്ലൈറ്റ് കുറച്ച് ചെറുതായിട്ട് യെല്ലോ ഫെയ്ഡിങ് വന്നിട്ടുണ്ട്. 2014 പഴക്കം, നമുക്ക് 10 വർഷത്തെ പഴക്കം ഹെഡ്ലൈറ്റിനകത്ത് കിട്ടുന്നുണ്ട്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഈ ഒരു വേരിയൻറ്റിനകത്ത് കമ്പനി കൊടുക്കുന്നുണ്ട്. ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ എടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാ XUV കാണിക്കുമ്പോഴും പറയുന്നതാണ് ഈ ഒരു ഹാൻഡ് ബ്രേക്കിൻ്റെ ഈ ഒരു ഡാമേജ്. ഈ ഒരു വാഹനത്തിനകത്ത് ഡാമേജ് വന്നിട്ടില്ല. കാര്യം ഇത് പുതിയതാണ്. കാരണം ഇതിൻ്റെ കളർ കണ്ടാൽ തന്നെ അറിയാം ഇത് പുതുതായിട്ട് ചെയ്തിട്ടുള്ള ഹാൻഡ് ബ്രേക്കിൻ്റെ കവറിംഗ് ആണെന്നുള്ളത്. അപ്പോൾ ഇത് XUV-യുടെ ഒരു പോരായ്മയാണ് ഈ ഒരു കവറിങ് ഡാമേജ് ആയി പോകുക എന്നുള്ളത്. അതേപോലെ തന്നെ ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. എയർ ബാഗ് 6 എയർ ബാഗാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. 6 ആണോ 8 ആണോ എന്നുള്ളത് ഒന്ന് കൺഫേം ആക്കണം. എന്തായാലും 6 എന്തായാലും ഞാൻ എൻ്റെ ഒറ്റ കാഴ്ചയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സീറ്റ് കവറൊക്കെ നല്ല ലെതർ സീറ്റ് കവറാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. കമ്പനി സ്റ്റീരിയോ, ഓട്ടോ ക്ലൈമറ്റ്, AC തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സ് പറഞ്ഞു, ABS കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അങ്ങനെ ഒരു വാഹനത്തിനോട് എല്ലാ കാര്യങ്ങളും ഈ ഒരു W8 എന്നുള്ള ഈ ഒരു വാഹനത്തിനോട് എല്ലാ ലക്ഷറി കാര്യങ്ങളും ഈ ഒരു W8 എന്നുള്ള വേരിയൻ്റ് അകത്ത് കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇതിന് തൊട്ട് താഴെ W6, W4, W2 എന്നുള്ള വേരിയൻസ് ഒക്കെ കമ്പനി ഇറക്കിയിട്ടുണ്ട്. ഏറ്റവും ബേസ് മോഡലാണ് W2, അതാ W4 ആണോ ഓർമ്മ ശരിയാണെങ്കിൽ W2 ആണ്. ഞാൻ അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിലൂടെ രേഖപ്പെടുത്താൻ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല, പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പുറമോ ചേസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. രണ്ട് സൈഡും പേസ്റ്റിങ് കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ബോണ്ടിൻ്റെ ഒക്കെ പേസ്റ്റിങ് കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. വേറെ എവിടെയും ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്നൊരു വാഹനം തന്നെയാണെന്ന് പറയാം. 2014 മോഡലുള്ള W8 വരുന്ന XUV സെക്കൻഡ് ഓണർഷിപ്പിൽ 1,35,000 കിലോമീറ്റർ ഓടിയുള്ള ഡീസൽ എഞ്ചിനിൽ വാഹനം നെറ്റ് പ്രൈസിൽ സ്വന്തമാക്കാം 6,80,000 രൂപയ്ക്ക്. ഏകദേശം 6 ലക്ഷം വരെ ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. അത് 5 വർഷത്തെ മാസത്തവണയോട് കൂടി ഏകദേശം ഒരു 10-12 രൂപ റേഞ്ചിൽ ഇതിന് EMI വരുന്നത്. കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ച് പെർസെൻറ്റേജിൽ ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. ഏകദേശം ഒരു 12 രൂപ റേഞ്ചിലൊക്കെ ഇതിന് EMI വരിക. നമ്മുടെ അടുത്ത ഹ്യൂണ്ടൈൻ്റെ മറ്റൊരു സെഡാൻ വാഹനം ഹ്യൂണ്ടൈ വേർണ 2013 മോഡൽ SX ഓപ്ഷനിൽ വരുന്ന 1.6 ഡീസൽ എഞ്ചിനിൽ വരുന്ന വാഹനം. സെക്കൻഡ് ഓണർഷിപ്പിൽ 1,10,000 കിലോമീറ്റർ നിലവിൽ റൺ ചെയ്തിട്ടുള്ള KL 05 കോട്ടയം രജിസ്ട്രേഷനിലായിരുന്ന വാഹനം. ആ നമ്പറിലേക്ക് ഒന്ന് ശ്രദ്ധിക്കൂ, 05AH 555 എല്ലാം 5കളാണ്. ഡീസൽ എഞ്ചിനാണ്. 1.6 നല്ല പെർഫോമൻസ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന, അത്യാവശ്യം മൈലേജും കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനം. SX ഓപ്ഷനിൽ എന്ന് പറഞ്ഞാൽ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 4 ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓട്ടോ ക്ലൈമറ്റ്, AC തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം ഇൻബിൽഡ് കൊടുത്തുള്ള ഒരു വേരിയൻ്റാണ് SX ഓപ്ഷൻ എന്നുള്ള വേരിയൻറ്റ്. വാഹനം ബ്ലാക്ക് കളറിലാണ്. ബ്ലാക്കിന് ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനം. നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കിലോമീറ്റർ ജെനുവിൻ അല്ല, കാരണം 1.40 ഒക്കെ ഡിസ്റ്ററിൽ 2021-22 1.40 ഡിസ്റ്റർ. അപ്പോൾ ഏകദേശം 1.5 റേഞ്ചിൽ കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ ടയേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 60-70% ടയേഴ്സ് കിടക്കുന്നുണ്ട്. വേറെ മെക്കാനിക്കലി അല്ലെങ്കിൽ എഞ്ചിൻ പരമായിട്ടോ അല്ലെങ്കിൽ ഇന്റീരിയറോ എക്സ്റ്റീരിയറോ ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം. പ്രോപ്പർ സർവീസ് കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം തന്നെയാണെന്ന് പറയാം.
ഇന്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പിന്നെ കമ്പനി സീറ്റ് കവർ കാര്യങ്ങളെല്ലാം മാറ്റിയതിനു ശേഷം പുതിയൊരു സീറ്റ് കവർ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റെസ്റ്റ് വന്നിട്ടുണ്ട്. ഓട്ടോ ക്ലൈമറ്റ് AC, കമ്പനി സ്റ്റീരിയോ, പിന്നെ ഡുവൽ എയർ ബാഗ്, ABS, സ്റ്റാറിംഗ് കൺട്രോൾസ് തുടങ്ങിയിട്ടുള്ള പുഷ് ബട്ടൺ സ്റ്റാർട്ട്, 6 സ്പീഡ് ഗിയർ ബോക്സ്, കീലെസ് എൻട്രി തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കമ്പനി ഇൻബിൽഡ് ചെയ്ത് XX ഓപ്ഷൻ എന്നുള്ള വേരിയൻ്റ് അകത്ത് കമ്പനി കൊടുത്തിട്ടുണ്ട്. ഒരു 17-18 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണ്. ഡീസലിൽ 1.6 ഡീസൽ എഞ്ചിൻ ഇരുന്ന വാഹനം. ആ ഭാഗത്ത് റീപ്ലേസ് മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. അപ്പുറമുള്ള കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ക്രോസ് ഓംബറോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. 2 പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം പക്ക കണ്ടീഷനിൽ. ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യത്തിലൊക്കെ നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണെന്ന് പറയാം. പേസ്റ്റിങ്ങോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ലാതെ ഗ്ലാസ് കാര്യങ്ങളൊന്നും റീപ്ലേസിലെല്ലാം ഒറിജിനൽ ഗ്ലാസ് BD എന്നുള്ള നമ്പറിൽ വരുന്ന എല്ലാം ഒറിജിനലായിട്ട് നിൽക്കുന്ന സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു വാഹനം സ്വന്തമാക്കാം. 4 ലക്ഷം രൂപ നെറ്റ് പ്രൈസോട് കൂടി ഒരു 3.5 ലക്ഷം വരെ നമുക്ക് ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റിയ നല്ലൊരു സെഡാൻ വാഹനം. അതും 2013 ആയതുകൊണ്ട് 3 വർഷത്തെ കാലയളവിൽ ഏകദേശം 8,500 to 9 രൂപ റേഞ്ചിലാണ് ഇതിന് EMI വരിക. നമ്മൾ അടുത്ത വാഹനം മാരുതിയുടെ മറ്റൊരു ഹാച്ച്ബാക്ക് സെഗ്മെന്റ് വാഹനം. അതും ഏറ്റവും ലേറ്റസ്റ്റ് ഷേപ്പിൽ, ഏറ്റവും ലേറ്റസ്റ്റ് അല്ല, ഇപ്പോൾ പുതിയ വാഹനം ഇതിൻ്റെ ഫേസ് ലിഫ്റ്റ് ഇറങ്ങി കഴിഞ്ഞ ദിവസങ്ങളിൽ ലോഞ്ച് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ തൊട്ടിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റിൻ്റെ തൊട്ട് മുമ്പുള്ള വർഷം ടൈപ്പ് 3 സ്വിഫ്റ്റ്, ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3. ടൈപ്പ് 3 2018 ലോഞ്ച് ചെയ്തൊരു ഷേപ്പാണത്. 2024 വരെ ഈ ഷേപ്പിലാണ് വാഹനങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. 2019 മോഡൽ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനം. നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനം. LXI എന്നുള്ള വേരിയൻ്റാണ്, ബേസ് വേരിയൻ്റാണ് ഇതിനകത്ത് വന്നില്ല. പക്ഷേ പവറിൻ്റെ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കമ്പനിനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ LXI ആയതുകൊണ്ട് തന്നെ നോർമൽ ഫീച്ചേഴ്സ് മാത്രമാണ് ഇതിനകത്ത് വരുന്നത്. AC പവർ സ്റ്റാരിംഗ് എന്നുള്ള ഫീച്ചേഴ്സ് അഡീഷണൽ ഇതിനകത്ത് പവറിൻ്റെ ചെയ്തിട്ടുണ്ട്. അത് കമ്പനി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മാരുതിയുടെ സ്വന്തം ഒരു ടൈപ്പ് പവറിൻ്റെ തന്നെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. പിന്നെ സ്റ്റീരിയോ ഒന്നും ഇതിനകത്ത് ചെയ്തിട്ടില്ല എന്നുള്ളൊരു വേദനാജനകമായ ഒരു കാര്യമാണ്. കാരണം ഇതൊരു യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡോക്ടറാണ്. കാരണം ഡോക്ടറെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിയുടെ തിരക്കും കാര്യങ്ങളിലുണ്ട്. സ്റ്റീരിയോ പാട്ട് കേൾക്കാനൊന്നും ഇതിനകത്ത് സമയം കിട്ടിയിട്ടില്ല. ബോഡി കാര്യങ്ങളെല്ലാം പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്നത്. ഒരു പരിക്കോ കാര്യങ്ങളോ ഡാമേജോ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത, റെഡ് കളറാണെങ്കിൽ പോലും ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരു എക്സ്റ്റീരിയർ ബോഡിയാണ് ഈ വാഹനത്തിനകത്തുള്ള മറ്റൊരു പ്രത്യേകത. അത്രയും പൊന്നുപോലെ നോക്കിയൊരു ഡോക്ടറാണ് ഈ വാഹനം. പിന്നെ അതേപോലെ ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ്. ഈ സ്റ്റീരിയോ ഒന്നും ഇല്ല എന്നുള്ള മാത്രമേ പോരായ്മുള്ളൂ. പക്ഷേ വാഹനം മെയിൻറ്റെയിൻ ചെയ്ത് പക്ക നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ ഒരു കുറവുണ്ട്. സീറ്റ് കവർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണലി കവർ ഇടാം. പക്ഷേ കമ്പനി കവറിന് അത്യാവശ്യം നല്ല വൃത്തിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. സ്റ്റാരിംഗ് റാപ്പിംഗ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം പക്ക വൃത്തിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് ഡുവൽ എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി LXI എന്നുള്ള വേരിയൻ്റ് പോലും കൊടുത്തിട്ടുണ്ട്. ടയേഴ്സ് നോക്കുകയാണെങ്കിൽ 80% 4 ടയേഴ്സും വരുന്നുണ്ട്. ഈ ഒരു വാഹനത്തിന് മൈലേജ് നോക്കുകയാണെങ്കിൽ ഒരു 18-19 റേഞ്ചിൽ നമുക്ക് പെട്രോൾ മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം തന്നെയാണിത്. എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പുറമുള്ള കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ക്രോസ് ബമ്പർ കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ല. ബാറ്ററി റീപ്ലേസ് ചെയ്ത് 2022 റീപ്ലേസ് ചെയ്തിട്ടുള്ള ബാറ്ററിയാണ്. പേസ്റ്റിംഗ് കാര്യങ്ങൾ ഒന്നും ഡാമേജ് ഇല്ലാത്തൊരു വാഹനം. ക്രോസ് ബമ്പറിൻ്റെ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളെല്ലാം ഒറിജിനൽ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഓയിൽ ലീക്കിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല. ഈ സൈഡ് പേസ്റ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. അപ്പുറമുള്ള കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ബോണ്ടിൻ്റെ പേസ്റ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഇഞ്ചസിൻ്റെ പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം പക്ക അതേ സ്റ്റോക്ക് കണ്ടീഷനിലാണ് നിൽക്കുന്നത്. ഗ്ലാസ് കാര്യങ്ങളൊന്നും മാറി റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ലാത്ത നല്ലൊരു വൃത്തിയിൽ നിൽക്കുന്ന നല്ലൊരു അടിപൊളി കളറിൽ നിൽക്കുന്ന 2019 മോഡൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന സ്വിഫ്റ്റ് LXI പെട്രോൾ എഞ്ചിൻ വരുന്ന വാഹനം സ്വന്തമാക്കാം. വില വരുന്നത് 5,05,000 രൂപ. 5,500 നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഏകദേശം ഒരു 4.5-4.25 വരെ നമുക്ക് ഇതിനകത്ത് ഫിനാൻസ് ഒക്കെ ലഭിക്കും. അതും 5 വർഷത്തെ മാസക്കാലയളവോട് കൂടി ഏകദേശം EMI ഒരു 11 രൂപ അല്ലെങ്കിൽ 10,500 to 11 രൂപ റേഞ്ചിലാണ് ഇതിന് EMI വരിക. നമ്മൾ അടുത്ത വാരം ഹ്യൂണ്ടൈയുടെ മറ്റൊരു ഹാച്ച്ബാക്ക് സെഗ്മെന്റ് വാഹനമാണ് എലൈറ്റ് i20 2015 മോഡൽ ഡീസൽ എഞ്ചിൻ വരുന്ന വാഹനം. ഈ ഷോറൂമിൽ ഏകദേശം 10 മുകൾ എലൈറ്റ് i20 വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ടെങ്കിലും ഡീസൽ എഞ്ചിൻ വരുന്ന വാഹനങ്ങൾ 1-2 വാഹനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം പെട്രോൾ വാഹനങ്ങളാണ്. അവർ റയർ പീസ് എന്ന് പറയാം. 2015 മോഡൽ ഡീസൽ എഞ്ചിൻ വരുന്ന CRD 1.4 ലിറ്റർ എഞ്ചിനിൽ വരുന്ന വാഹനം. സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന വാഹനം 1,30,000 കിലോമീറ്റർ ഓടിയുള്ള KL21 ട്രിവാൻഡ്രം നെടുമങ്ങാട് രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. CRD സ്പോർട്സ് എന്നുള്ള വേരിയൻ്റാണ് വരുന്നത്. സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ഫുള്ളിൻ്റെ തൊട്ട് താഴെ ആസ്റ്റയുടെ തൊട്ട് താഴെ നിൽക്കുന്ന വേരിയൻ്റാണ് സ്പോർട്സ് എന്നുള്ള വേരിയൻറ്റ്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഫോഗ് ലാംപ്സ് വന്നിട്ടുണ്ട്. അതേപോലെ 4 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റാരിംഗ്, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, മിറർ ഫോൾഡിംഗ്, ഓട്ടോ ക്ലൈമറ്റ് AC, കമ്പനി സ്റ്റീരിയോ, പിന്നെ അതേപോലെ സെൻട്രൽ ലോക്ക് തുടങ്ങിയിട്ടുള്ള ബേസിക് ഫീച്ചേഴ്സാണ് ഈ ഒരു സ്പോർട്സ് എന്നുള്ള വേരിയൻ്റ് അകത്ത് കൊടുത്തിട്ടുള്ളത്. 1.4 ലിറ്റർ ഡീസൽ എഞ്ചിൻ CRD എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ മൈലേജ് ഏകദേശം ഒരു 18-19 റേഞ്ചിൽ മൈലേജ് പ്രതീക്ഷിക്കാം. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. എക്സ്റ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിലാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്തതിൽ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല. ഡാമേജോ കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം തന്നെയാണെന്ന് പറയാം.
ടയേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ബാക്ക് റോയിൽ 60% ടയേഴ്സിൻ്റെ, ഫ്രണ്ട് രണ്ടും 90% മുകളിലും ടയേഴ്സ് കിടക്കുന്നുണ്ട്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെയാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. കമ്പനി സീറ്റ് കവറാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്, കവർ ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടില്ല. പിന്നെ ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ തന്നെയാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് സിംഗിൾ എയർ ബാഗാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. ABS വന്നിട്ടുണ്ട്, ഓട്ടോ ക്ലൈമറ്റ് AC, കമ്പനി സ്റ്റീരിയോ, സൺലോക്ക് തുടങ്ങിയുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. സ്റ്റാരിംഗ് കൺട്രോൾസ് വന്നിട്ടുണ്ട്. ഡാഷ്ബോർഡ് ഡോർപാട് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല 6 സ്പീഡ് ഗിയർ ബോക്സ് കാര്യങ്ങളെല്ലാം വരുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല പെർഫോമൻസ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനമാണ് ഡീസൽ i20 എന്നുള്ള വാഹനം. ഹാഷ്ബാക്ക് സെഗ്മെന്റിൽ ഏറ്റവും നല്ല പെർഫോമൻസ് കാര്യങ്ങൾ കിട്ടുന്ന വാഹനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വാഹനം കൂടിയാണ് i20. എഞ്ചിൻ സൈഡ് കാണിക്കാം. എഞ്ചിൻ സൈഡ് നോക്കുകയാണെങ്കിലും ഡാമേജോ കാര്യങ്ങളോ പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. 2022 റീപ്ലേസ് ചെയ്തിട്ടുള്ള അമറോണിൻ്റെ ബാറ്ററിയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ക്രോസ് പമ്പറോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുള്ള ഒരു ഡാമേജോ കാര്യങ്ങളോ ഫ്രണ്ടിൽ നിന്നുള്ള അടിയോ ഹെഡ്ലൈറ്റ് റീപ്ലേസോ തുടങ്ങിയിട്ടുള്ള ഒന്നുമില്ലാത്ത നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന വാഹനം. ബോണ്ടിൻ്റെ ഇന്നർ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ 2015 ഒരു പഴക്കം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഹെഡ്ലൈറ്റിൻ്റെ ഒരു കളറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു പഴക്കം നമുക്ക് 2015 പഴക്കം നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ടിൽ നിന്ന് അടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടാത്തൊരു വാഹനം. ഗ്ലാസ് പിന്നെ ഞാൻ എനിക്ക് നോക്കാൻ എല്ലാ വീഡിയോയിലും പഠിപ്പിക്കുന്ന പോലെ സ്റ്റിക്കേഴ്സ് കാര്യങ്ങൾ എല്ലാം ഇതിനകത്തും വന്നിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഡാമേജ് കാര്യങ്ങൾ ഒന്നുമില്ലാത്തൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഡീസൽ എഞ്ചിൻ അന്വേഷിച്ച് കൊടുക്കുന്നവർക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടൊരു വാഹനം 2015 മോഡൽ സ്പോർട്സ് i20 സിംഗിൾ ഓണർഷിപ്പിൽ 1,30,000 കിലോമീറ്റർ ഓടിയുള്ള വാഹനം. ഈ വാഹനം സ്വന്തമാക്കാം 5 ലക്ഷം രൂപ നെറ്റ് പ്രൈസോടുകൂടി. ഏകദേശം 4-4.5 ലക്ഷം വരെ നമുക്ക് ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. അതും 5 വർഷത്തെ മാസത്തവണയോടുകൂടി ഏകദേശം 11 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം പഴയ സെഗ്മെന്റിൽ ഏറ്റവും ലോ കിലോമീറ്റർ ഓടിയുള്ള ഒരു വാഹനമാണ്. അതും ഓട്ടോമാറ്റിക് വാഹനം ഹോണ്ട സിറ്റി 2010 മോഡലാണ്. പക്ഷേ വെറും 30,000 കിലോമീറ്റർ മാത്രമാണ് റൺ ചെയ്തിട്ടുള്ളത്. അതും ജെനുവിൻ കിലോമീറ്റർ. വാഹനം കാണുമ്പോൾ തന്നെ നീറ്റ്നെസ് ഒക്കെ മനസ്സിലാവും. അതിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും വെൽ മെയിൻറ്റെയിൻ ചെയ്ത് ഷോറൂമിൽ 2010 ഇറങ്ങിയ അതേ കണ്ടീഷനിൽ ഇപ്പോഴും നിൽക്കുന്ന ഒരു ക്ലീഡിലൻ വാഹനം. അതും CVT ഓട്ടോമാറ്റിക് വേരിയൻ്റ് എന്ന വാഹനം. എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വേണ്ട അന്നത്തെ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തുള്ള ഒരു വേരിയൻ്റ് കൂടിയാണിത്. ഓട്ടോമാറ്റിക് CVT അതുകൊണ്ട് തന്നെ ഒരു പെർഫോമൻസിൻ്റെ കാര്യങ്ങൾക്ക് ഒന്നും ഒരു കുറവില്ല. എടുത്ത് കാല് കൊടുത്തു കഴിഞ്ഞാൽ വാഹനം പറക്കുന്നുണ്ട്, ചവിട്ടിയിട്ട് നിൽക്കുന്നുണ്ട്. നല്ല പെർഫോമൻസ്, നല്ല കിടിലൻ വാഹനം. അത്യാവശ്യം ലോ ബഡ്ജറ്റിലേക്ക് ഓട്ടോമാറ്റിക് വാഹനങ്ങൾക്ക്, സെഡാൻ വാഹനങ്ങൾക്ക് അന്വേഷിച്ച് നടക്കുന്ന ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വാഹനം. ജസ്റ്റ് എന്നുള്ള സ്റ്റോക്ക് കയറിയുള്ളത്. അപ്പോൾ അത്യാവശ്യം എൻക്വയറി ലഭിക്കാൻ ചാൻസ് ഉള്ള ഒരു വാഹനം കൂടിയാണ്. അപ്പോൾ ആവശ്യക്കാരെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. വെറും 30,000 കിലോമീറ്റർ മാത്രമാണ് ഇതിന് 14 വർഷത്തിൽ വെറും 30,000 കിലോമീറ്റർ മാത്രമാണ് റൺ ചെയ്തിട്ടുള്ളത്. ഈ വാഹനത്തിൽ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ അലോയ്സും തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ഇന്റീരിയർ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ സ്റ്റാരിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒരു വാഹനത്തിനുണ്ട് എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ബോഡി കാര്യങ്ങളൊന്നും റീപെയിൻറ്റ് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ല നീറ്റ് ആൻഡ് നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുന്നതിന് എനിക്കറിയില്ല. ആ ഷേപ്പോ കാര്യങ്ങൾക്കൊന്നും ഒരു നഷ്ടപ്പെടാതെ പക്ക വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നല്ലൊരു കിഡിലൻ വാഹനം. എക്സ്റ്റീരിയറൊക്കെ നോക്കുകയാണെങ്കിൽ റേറ്റിംഗ് ആണെങ്കിൽ ഫുൾ റേറ്റിംഗ് 100% റേറ്റിംഗ് കൊടുക്കാൻ പറ്റിയ ഒരു വാഹനം തന്നെയാണിത്. ടയേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 70-80% ടയേഴ്സും വരുന്നുണ്ട്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല വൃത്തിയിൽ തന്നെയാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്, ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സായിട്ട് എയർ ബാഗ് ഇതിനകത്ത് വന്നിട്ടുണ്ട്, ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്. പിന്നെ CVT ഗിയർ ബോക്സ് ആയതുകൊണ്ട് തന്നെ ഒരു പാർക്കിംഗ്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, സ്പോർട്സ് എന്നുള്ള 4 മോഡ്സ് മാത്രമാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഡാഷ്ബോർഡ് കാര്യങ്ങൾ പക്ക നീറ്റ് 2010 വാഹനമാണെന്ന് ഒരിക്കലും ഈ വാഹനം കണ്ടു കഴിഞ്ഞാൽ പറയില്ല എന്ന് പറഞ്ഞാൽ മറ്റൊരു പ്രത്യേകത. കാരണം എല്ലാ ഭാഗങ്ങളും ഡോർപാഡ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഡാഷ്ബോർഡ് ആയിക്കോട്ടെ, എല്ലാം പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഈ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. സീറ്റ് കവറും കാര്യങ്ങളെല്ലാം പക്ക ഒരു പുതിയൊരു വാഹനത്തിന് എങ്ങനെയാണോ ഉണ്ടാവുക അതേ രീതിയിലാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. എവിടെയും ഡാമേജോ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു വാഹനം. എൻജിൻ സൈഡും ജസ്റ്റ് കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞാൽ 2010 വാഹനം എന്ന് ഒരിക്കലും പറയില്ല. അത്രയും നീറ്റാണ്. കാരണം എവിടെയും ഒരു ഡാമേജോ പരിക്കോ കാര്യങ്ങളോ ഓയിലേക്കോ അങ്ങനത്തെ ഒരു തരത്തിലുള്ള നെഗറ്റീവും പറയാനില്ലാത്തൊരു വാഹനം തന്നെയാണ്. എല്ലാ ഭാഗങ്ങളിലും അപ്രോണായാലും ചേസായാലും എഞ്ചിൻ സൈഡാണെന്നുണ്ടെങ്കിലും ഒക്കെ പക്ക നീറ്റ് ആൻഡ് ക്ലീന്. പിന്നെ അതേപോലെ തന്നെ ബോണ്ടിൻ്റെ കാര്യം, ഇന്നർ സൈഡ് കാര്യങ്ങളെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള റസ്റ്റ് ഉണ്ട്, നിർത്തിയിട്ടുണ്ട്. ചെറിയൊരു റസ്റ്റ് ക്രോസ് ബമ്പറിനൊക്കെ ആവാത്തൊരു കളർ ഫെയ്ഡിങ്, റസ്റ്റ് എന്ന് പറയാനായിട്ടില്ല, ചെറിയ കളർ ഫെയ്ഡിങ് വന്നിട്ടുണ്ടെന്ന് മാത്രമാണ് കുറച്ചെങ്കിലും ഒരു നെഗറ്റീവ് പറയാനുള്ളത്. അതേപോലെ ഈ ഒരു അപ്പുറൻ്റെ ഭാഗങ്ങളിലും ചെറിയൊരു കളർ മാത്രം ചേഞ്ച് ഉണ്ട് എന്ന് മാത്രമാണ്, റസ്റ്റ് ഒന്നും പറയാൻ ആയിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ പോരായ്മ മാത്രം വെച്ച് കഴിഞ്ഞാൽ ബാക്കി വാഹനം എങ്ങനെയാണ് ഷോറൂമിൽ നിന്ന് ഇറങ്ങിയ അതേ കണ്ടീഷനിൽ, ഈവൻ ആ ഗ്രില്ലിൻ്റെ പിന്നെ കളറും അതേപോലെ തന്നെ അതിൻ്റെ ഒരു വൃത്തിയും കണ്ടു കഴിഞ്ഞാൽ തന്നെ എനിക്ക് മനസ്സിലാവും. നേരിട്ട് കാണുന്നതിൻ്റെ എത്രത്തോളം വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും എനിക്കറിയില്ല. പക്ഷേ വാഹനം നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഒരു വാഹനം 2010 വാഹനമാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. അത്രയും വൃത്തിയിൽ നിൽക്കുന്നൊരു വാഹനം സ്വന്തമാക്കാം വെറും 3 ലക്ഷം രൂപ നെറ്റ് പ്രൈസോടുകൂടി. 2010 ആയതുകൊണ്ട് ഫിനാൻസ് സൗകര്യം വാഹനത്തിനകത്ത് ചെയ്യാതിരിക്കായിരിക്കും ബെറ്റർ. ഏകദേശം 1.5-2 ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് ഒക്കെ ചെയ്യാം. പക്ഷേ
ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ വല്ല പേഴ്സണൽ ലോണോ അല്ലെങ്കിൽ ഗോൾഡ് ലോണോ ഒക്കെ നോക്കുകയാണ് ഏറ്റവും ബെറ്റർ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മൾ വല്ലാതെ ഫിനാൻസിന് പിന്നെ പലിശ കൂടുതലാണ്. ഒരിക്കലും ഇവിടുന്ന് പലിശ നമ്മൾ പ്രൊമോട്ട് ചെയ്യാതെ ഇൻട്രസ്റ്റ് ലോൺ നമ്മൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാത്തൊരു കാര്യമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റെഡി ക്യാഷിന് വാഹനം എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടേതായ ലോണുകൾ പിന്നെ വല്ല പേഴ്സണൽ ലോണോ അല്ലെങ്കിൽ ഗോൾഡ് ലോണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ഇൻട്രസ്റ്റ് കുറവുള്ളത് അത് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. നമ്മൾ ഇവിടുന്ന് അതിൻ്റെ കാര്യങ്ങൾ EMI കാര്യങ്ങളെല്ലാം സ്ട്രക്ചർ എത്രയാണ് വരുന്നത് ജസ്റ്റ് പറഞ്ഞു തരുന്നത് മാത്രം. അത് നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഈ വാഹനം 3 ലക്ഷം രൂപയാണ് നെറ്റ് പ്രൈസ് ആയിട്ട് വരുന്നത്. നമ്മൾ അടുത്ത വാഹനം മാരുതി സുസുക്കിയുടെ മറ്റൊരു SUV സെഗ്മെൻറ്റ് വാഹനമാണ്. അതും മാരുതി സുസുക്കി ബ്രസ LD ഓപ്ഷൻ വേരിയൻ്റ് ചെയ്ത വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ 2016 മോഡൽ വരുന്ന KL 07 എറണാകുളം രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. 1,15,000 കിലോമീറ്ററാണ് വാഹനം നിലവിൽ റൺ ചെയ്തിട്ടുള്ളത്. LD ഓപ്ഷനിലായതുകൊണ്ട് തന്നെ ബേസിക് വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഒരു 16-17 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാം. മാത്രമല്ല മാരുതിയുടെ സ്വന്തം നല്ല കിടിലം മാരുതിയുടെ സ്വന്തം അലോയ്സ് ഒക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ LD ഓപ്ഷനിലായതുകൊണ്ട് തന്നെ 2 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റാരിങ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, പിന്നെ അതേപോലെ തന്നെ ഡുവൽ എയർ ബാഗ്, ABS, സെൻട്രൽ ലോക്ക് അങ്ങനെ തുടങ്ങിയുള്ള ബേസിക് ഫീച്ചേഴ്സാണ് ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി ഇൻബിൽഡ് ആയിട്ട് കൊടുക്കുന്നത്. LD ഓപ്ഷനിൽ അതിൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഈ അലോ ഇതിനകത്ത് വരാറില്ല. പക്ഷേ മാരുതിയുടെ സ്വന്തം VD-ക്കകത്തും അല്ലെങ്കിൽ ZD-ക്കകത്തൊക്കെ വരുന്ന അലോയ്സ് തന്നെയാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളതെന്നാണ് മറ്റൊരു പ്രത്യേകത. ബോഡി കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിലാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്തത്. കുറേ ചെറിയ റീപെയിൻറ്റ് വർക്ക് മാത്രമാണല്ലോ. പിന്നെ അതേപോലെ ടെയിൽ ലാമ്പ് ചെറുതായിട്ട് ക്രാക്ക് ആയിട്ടുണ്ട്. അങ്ങനെ ചെറിയ പോരായ്മകൾ ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങൾ ഒന്നുമില്ലാത്ത നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. 2016 മോഡൽ നിൽക്കുന്ന ഈ ഒരു ബ്രസ LD വേരിയൻ്റ് വാഹനം. ഇന്ത്യയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ സീറ്റ് കവറൊക്കെ ഇതിനകത്ത് നല്ല സീറ്റ് കവറൊക്കെ ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള സ്റ്റീരിയോ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വാഹനത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ബാക്കിൽ ഒരു പവർ വിൻഡോ വെച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നുണ്ട്. ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഡോർ പാഡ് കാര്യങ്ങളൊക്കെ ഒന്നും ഡാമേജോ പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. മൈലേജ് ഓൾറെഡി 15 to 17 റേഞ്ചിലാണ് നമുക്ക് ഇതിനകത്ത് മൈലേജ് ലഭിക്കുന്നത്. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഒരു 70-75% ടയർ കണ്ടീഷനും വരുന്നുണ്ട്. എഞ്ചിൻ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിലും പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. അപ്രോണോ ചേസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ക്രോസ് ബമ്പർ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. ടൈമിംഗ് കവറൊക്കെ പുതിയ കവറാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഓൾറെഡി അപ്പോൾ 1 lakhൻ്റെ സർവീസൊക്കെ മേജർ സർവീസ് എല്ലാം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള ഈ ഒരു കവറിങ്ങിൻ്റെ ഒരു ഫിനിഷ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. വേറെ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങൾ അപ്രോണോ ചേസോ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ബോണ്ടിനോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ലാത്ത അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്നൊരു വാഹനം. ഈ വാഹനം സ്വന്തമാക്കാം 6,35,000 രൂപയ്ക്ക്. ഏകദേശം 5,75 വരെ ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. അതും 5 വർഷത്തെ മാസത്തവണയോടുകൂടി. ഏകദേശം EMI 13 സംതിങ് വെച്ചിട്ടാണ് EMI. നമ്മുടെ അടുത്ത വാഹനം നിസാൻ്റെ ഒരു SUV സെഗ്മെൻറ്റ് വാഹനമാണ്. നിസാൻ മാഗ്നറ്റ് 2022 മോഡൽ വരുന്ന വാഹനം. XE എന്നുള്ള പെട്രോൾ വേരിയൻ്റ് ചെയ്ത പെട്രോൾ എഞ്ചിൻ സിംഗിൾ ഓണർഷിപ്പിൽ വെറും 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള KL 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന വാഹനം. കമ്പനി സർവീസിൽ നിൽക്കുന്ന കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്നൊരു വാഹനമാണിത്. വെറും 20,000 2 വർഷം കൊണ്ട് 20,000 നോർമൽ റണ്ണിങ് ഓടിയിട്ടുള്ള വാഹനം. XE എന്ന് പറഞ്ഞാൽ ബേസ് മോഡലാണ് വരുന്നത്. പക്ഷേ ഇതിനകത്ത് തന്നെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ബാക്ക് വൈപ്പർ അടക്കം ഇതിനകത്ത് വരുന്നുണ്ട്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്റീരിയറിൽ കൊടുക്കുന്ന ഫീച്ചേഴ്സ് 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. AC പവർ സ്റ്റാരിങ്, പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വേരിയൻ്റിനകത്ത് XE എന്നുള്ള വേരിയൻറ്റിനകത്ത് കമ്പനി ഇൻബിൽഡ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു റൈഡിങ് കംഫർട്ടുള്ള അത്യാവശ്യം ഇന്റീരിയർ സ്പേസ് കാര്യങ്ങളെല്ലാം ഉള്ളൊരു വാഹനമാണ് മാഗ്നറ്റ് എന്നുള്ള വാഹനം. കഴിഞ്ഞ നമ്മൾ 2 വീഡിയോയിലൊക്കെ ഓരോ മാഗ്നറ്റ് വീതം കാണിച്ചിട്ടുണ്ടായിരുന്നു. ബാക്ക് റോക്ക് നോക്കുകയാണെങ്കിൽ പക്ക നല്ല കണ്ടീഷൻ, ഷോറൂമിൽ നിന്ന് ഇറങ്ങിയ അതേ കണ്ടീഷനിലാണ് നിൽക്കുന്നത്. വേറെ കാര്യപ്പെട്ട ബോഡി പരിക്കോ കാര്യങ്ങളോ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ലൊരു വൃത്തിയിൽ നിൽക്കുന്നൊരു വാഹനം. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ലെഗ് സ്പേസും പിന്നെ അതേപോലെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഡ്രൈവിംഗ് കംഫർട്ടും കിട്ടുന്നൊരു വാഹനമാണ് മാഗ്നറ്റ് എന്നുള്ള വാഹനം. പിന്നെ ഒരു ചെറിയൊരു ഹൈറ്റ് കുറവുണ്ട് എന്നുള്ളത് ചെറിയൊരു പോരായ്മ ഉണ്ടായത്. നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ കുറച്ചൊരു താഴ്ന്നിരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് മാഗ്നറ്റ് എന്നുള്ള XE എന്നുള്ള വേരിയൻ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിസാൻ്റെ നല്ലൊരു ബാഡ്ജിങ് ഒക്കെ ഈ സ്റ്റാരിങ്ങിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡാഷ്ബോർഡും കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ അത്യാവശ്യം നല്ല വിശാലതയോട് കൂടിയൊരു ഡാഷ്ബോർഡാണ് ഈ വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. പിന്നെ ഒരു സ്റ്റീരിയോ ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. കമ്പനി സ്റ്റീരിയോ ഇതിനകത്ത് കൊടുക്കുന്നില്ല. XE എന്നുള്ള വേരിയൻ്റിനകത്ത് കൊടുത്തിട്ടില്ല. പകരം ഒരു സ്റ്റീരിയോ മറ്റൊരു സ്റ്റീരിയോ ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ മാറ്റിയിട്ട് കുറച്ചും കൂടി ഒരു ന്യൂ ജനറേഷൻ സ്റ്റീരിയോ ഒക്കെ ചെയ്യാമായിരുന്നു എന്നുള്ളൊരു ഇതുണ്ട് ഇതിൻ്റെ ഓണറോട് പറയാനുള്ളത്. പിന്നെ ടയേഴ്സൊക്കെ ഓൾമോസ്റ്റ് ഒരു 50-60% ടയേഴ്സ് ബാലൻസ് ആയിട്ട് കിടക്കുന്നുണ്ട്. എൻജിൻ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പരിക്ക് കാര്യങ്ങളൊന്നുമില്ല, ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്രോണോ ചേസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ക്രോസ് ബമ്പർ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. 2 സൈഡും പേസ്റ്റിങ് കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് കണ്ടീഷനാണ് നിൽക്കുന്നത്. ഓയിൽ ലീക്ക് കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ബോണ്ടിൻ്റെ പേസ്റ്റിങ് കാര്യങ്ങളെല്ലാം പക്ക സ്റ്റോക്ക് കണ്ടീഷനാണ് നിൽക്കുന്നത്. വേറെ ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. 2022 ആയതുകൊണ്ട് വെറും 2 വർഷത്തിനിടയിൽ ഡാമേജ് കാര്യങ്ങളൊന്നും വരാനുള്ള കിലോമീറ്റർ ഓടിയിട്ടില്ല. വരാനുള്ള സാധ്യതയും കുറവാണ്. അങ്ങനെ ഒരു പുത്തൻ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇറക്കാൻ പറ്റിയൊരു വാഹനമാണ്.
2022 മോഡൽ വരുന്ന മാഗ്നറ്റ് എക്സി എന്നുള്ള വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ വെറും 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനം സ്വന്തമാക്കാം. 5,60,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി ഒരു 5-5.25 വരെ അല്ലെങ്കിൽ 5 ലക്ഷം വരെ നമുക്ക് എന്തായാലും ഫിനാൻസ് സൗകര്യം ലഭിക്കുന്ന ഒരു വാഹനം കൂടിയാണിത്. 5 വർഷത്തെ മാസത്തവണയോട് കൂടി ഏകദേശം ഒരു 11 സംതിങ് വെച്ചിട്ടാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം വരുന്നത് ടാറ്റയുടെ ഒരു സെഡാൻ വാഹനം, അതും ടാറ്റ ടിഗോർ 2019 മോഡൽ എക്സെറ്റ് പ്ലസ് വരുന്ന വാഹനം. സെക്കൻഡ് ഓണർഷിപ്പിൽ 60,000 കിലോമീറ്റർ പെട്രോൾ എഞ്ചിൻ വരുന്ന വാഹനം. KL07 എറണാകുളം രജിസ്ട്രേഷനിൽ വരുന്ന മറ്റൊരു വാഹനം കൂടി. എക്സെറ്റ് പ്ലസ് എന്നാണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം. എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, അലോയ്സ് വരുന്നുണ്ട്, പിന്നെ അതിന് ഓട്ടോ ക്ലൈമറ്റ് AC വരുന്നുണ്ട്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, 4 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റാരിങ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കമ്പനി കൊടുത്തിട്ടുള്ള ഒരു വേരിയൻ്റാണ് എക്സെറ്റ് പ്ലസ് എന്നുള്ള വേരിയൻറ്റ്. പിന്നെ ടൈൽ ലൈറ്റൊക്കെ LED ടൈപ്പ് ടൈൽ ലൈറ്റ് വരുന്നുണ്ട്. അങ്ങനെ നല്ലൊരു വൃത്തിയിൽ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള 2019 മോഡൽ വരുന്ന ഒരു വാഹനം തന്നെയാണിത്. പെട്രോൾ ഏകദേശം ഒരു 16-17 റേഞ്ചിൽ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം. ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ മൈലേജ് ലഭിക്കുന്ന പെട്രോൾ വേരിയൻ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വാഹനം കൂടിയാണിത്. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 60-70% ടയേഴ്സ് കിടക്കുന്നുണ്ട്. ബോഡി കാര്യങ്ങൾ എക്സ്റ്റീരിയറിലൊന്നും പരിക്കോ കാര്യങ്ങളോ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന എക്സ്റ്റീരിയറാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ അതേ നീറ്റ്നെസ് ഇൻറ്റീരിയറിലും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കമ്പനി സ്റ്റീരിയോ ഇതിനകത്ത് ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. എക്സെറ്റ് പ്ലസിനകത്ത് ഒരു ചെറിയ സ്റ്റീരിയോ ഡിസ്പ്ലേ അടങ്ങിയ ഒരു സ്റ്റീരിയോ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ സ്റ്റാരിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. ഓട്ടോ ക്ലൈമറ്റ് AC വരുന്നുണ്ട്. അങ്ങനെ ഒരു വാഹനത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും വന്നിട്ടുള്ള ഒരു വേരിയൻ്റാണ് എക്സെറ്റ് പ്ലസ് എന്നുള്ളൊരു വേരിയൻറ്റ്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, മിറർ ഫോൾഡിങ് കാര്യങ്ങൾ എല്ലാം വന്നിട്ടുണ്ട്. എൻജിൻ സെറ്റ് കാണിക്കാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിൽ റസ്റ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കൊപ്രോണോ ക്രോസ് ബമ്പറോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. രണ്ട് സൈഡും പേസ്റ്റിങ് കാര്യങ്ങളെല്ലാം അതേ സ്റ്റോക്ക് കണ്ടീഷനിലാണ് നിൽക്കുന്നത്. ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒന്നുമില്ലാത്ത നല്ലൊരു വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനം. ബോണ്ടിൻ്റെ ഇന്നർ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 19 പഴക്കം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഒരു ബ്ലാക്ക് ഷെയ്ഡിങ് വന്നിട്ടുണ്ട്. അപ്പോൾ വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്നൊരു വാഹനം തന്നെയാണ് 2019 മോഡൽ എക്സെറ്റ് പ്ലസ് എന്നുള്ള വേരിയൻ്റ് വരുന്ന സെക്കൻഡ് ഓണർഷിപ്പ് നിൽക്കുന്ന ഒരു ടിഗോർ എന്നുള്ള വാഹനം. സ്വന്തമാക്കാൻ കുറിച്ച് വെറും 4,75,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി ഏകദേശം 4,25 വരെ നമുക്ക് ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. അപ്പോൾ 50,000 രൂപയ്ക്ക് ഇറക്കാൻ പറ്റിയ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ ഒരു വാഹനമാണ് ടിഗോർ 2019 മോഡൽ വരുന്ന വാഹനം. അതും 5 വർഷത്തെ മാസക്കാലയളവോട് കൂടി ഏകദേശം EMI 10,500 റേഞ്ചിലാണ് ഇതിൻ്റെ EMI. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വാഹന വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായ നിർദ്ദേശങ്ങളും എന്നത്തെ മൂലം കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. മാക്സിമം ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും വാഹന സംബന്ധമായ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക. കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഞങ്ങൾക്ക് ഫിനാൻസ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഡെലിവറി സൗകര്യം നമുക്ക് അവൈലബിൾ ആണ്. എല്ലാ സൗകര്യങ്ങളും ഞങ്ങളിവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ആപ്പ് ലോഞ്ചിങ് ഈ മാസം അവസാനത്തോടു കൂടിയാണ്. അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ കാര്യങ്ങളെല്ലാം ഏകദേശം 90% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ മാസം മന്തിൻ്റെയോട് കൂടി നമുക്ക് ലോഞ്ച് ചെയ്യാൻ സാധിക്കും. പിന്നെ അതേപോലെ നമ്മൾ ബ്രാൻഡിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ അടുത്ത ദിവസം തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും വരുന്ന സൈനിങ് ഔട്ട്. ബൈ.